ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരെയും പുതിയൊരു 2025 വലിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിനമായിട്ട് മാറട്ടെ ഈ ഒരു വർഷം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു മാസവും ഈ ഒരു വർഷവും ഒക്കെ, ഈ ഒരു ദിവസവും ഒക്കെ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് മുന്നിൽ വലിയ വലിയ കുറെ പ്ലാനിങ് പദ്ധതികൾ, വിഷൻ മിഷനൊക്കെ നമ്മളെ മുന്നിലുണ്ട്, നമുക്കറിയാം. അപ്പം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ എന്നെ അറിയാത്ത ഒത്തിരി ആളുകൾ ഉണ്ടാവും. എൻ്റെ പേര് ഷിബിൻ എന്നാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നടുവണ്ണൂർ സ്വദേശിയാണ്. നടുവണ്ണൂരിൽ കാവിൽ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമപ്രദേശത്തിലാണ് ജനിച്ചു വളർന്നതൊക്കെ. ഞാൻ നിലവിൽ ഒരു ടെലികോം മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്, വോഡഫോൺ പോലുള്ള കമ്പനിയിലായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്ത്. എത്തിസലാത്ത് എന്ന കമ്പനിയിലായിരുന്നു, ദുബായിലായിരുന്നു ഉള്ളത്. അവിടെ വർക്ക് ടെലികോമിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ ഈ ഒരു പ്രൗഡായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ന് കമ്പനിയുടെ ITC ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ശൈലേഷ് ബാലൻ സാറാണ് ഈ ഒരു അവസരം എനിക്ക് തരുന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഇതിന്റെ ബിസിനസ് സാധ്യത ഒന്നും ഉൾക്കൊണ്ടുകൊണ്ടൊന്നും അല്ല ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു കൊടുക്കുന്ന പൈസക്ക് തത്തുല്യമായിട്ടുള്ള ഉൽപ്പന്നം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ലക്ഷങ്ങൾ കിട്ടുന്നു, കോടികൾ കിട്ടുന്നു, 10,000 കിട്ടുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല. കിട്ടുവാണെങ്കിൽ അഡീഷണൽ ഒരു വരുമാനമാണ്. പിന്നെ കിട്ടുവാണെങ്കിൽ തന്നെ അത് ലീഗലായിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണോ, അല്ലെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയാണോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ടുകൾ, സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4 വർഷത്തോളം എൻ്റെ ഇത് നശിച്ചുപോയി. 4 വർഷം പോകാനുള്ള കാരണം ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയൊന്നും ചെയ്യാതെ തന്നെ എനിക്കൊരു അവസരം ദുബായിലേക്ക്, എൻ്റെ ടെലികോം മേഖലയിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ദുബായിലായിരുന്നു ഉള്ളത്. ഏകദേശം ഒരു 4 വർഷത്തോളം അവിടെ ആയിരുന്നു ഉള്ളത്. 2015 ലാസ്റ്റ് കാലഘട്ടത്തിലാണ് ഈ ഒരു അവസരം കിട്ടുന്നത്. പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഫെബ്രുവരി 22 ഇവിടെ ഉണ്ട്, പോസ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്. ഫെബ്രുവരി 22 നമുക്ക് വലിയൊരു പ്രോഗ്രാം, MI ഉത്സവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നു. ഫെബ്രുവരി 22 മിയാമി കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട്. ഈ മിയാമി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാം പല ആളുകളുടെ ലൈഫിലും വലിയൊരു ടേണിംഗ് പോയിന്റ് ആവുന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ് ഞാൻ. കാരണം 2018 ഫെബ്രുവരി മാസം 18 അതേപോലെ തന്നെ ഒരു ഫെബ്രുവരി മാസം തന്നെയാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുള്ളത്. കാരണം അന്നത്തെ ഒരു പ്രോഗ്രാം 2018 ഫെബ്രുവരി മാസം 18 കോഴിക്കോട് സരോവരത്ത് വെച്ച് നടന്ന പ്രോഗ്രാം എൻ്റെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. കാരണം ഞാൻ MI ലൈഫ് സ്റ്റൈലിലെ കണ്ടത് ശൈലേഷ് ബാലനിലൂടെയാണ് അന്നെങ്കിൽ, പക്ഷെങ്കിൽ MI ലൈഫ് സ്റ്റൈലിലൂടെ 2018 ഫെബ്രുവരി മാസം 18 കണ്ടത് പല ആളുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള കുറെ ബ്ലോക്കുകളൊക്കെ അതിലൂടെ മാറ്റാനൊക്കെ ആ ഒരു പ്രോഗ്രാം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാനും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സാധിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി മാസം 18 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അതെന്നും ഞാൻ ഓർമ്മിക്കുന്ന ഒരു ഡേറ്റ് കൂടിയാണ്. അപ്പം ഇതുപോലുള്ള ലൈഫിൽ ഒത്തിരി ഈ ഭ്രമരം പോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുത്ത് ഈ ഒരു സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈലിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ആളുകൾ വളരെ കൂടുതലുണ്ടാവും. അപ്പം ഇവന്റുകളാണ് നമ്മളെ ലൈഫിൽ വലിയ മാറ്റങ്ങളും ടേണിംഗ് പോയിന്റുകളും ഉണ്ടാക്കുന്നത്. ഒരു വിശ്വാസം. ഇതിലെ MI ലൈഫ് സ്റ്റൈൽ തന്നെ കമ്പനിയിൽ പൈസ കിട്ടാത്തത് കൊണ്ടോ അല്ലെ വരുമാനം കിട്ടാത്തത് കൊണ്ടോ ഒന്നല്ല ആളുകൾ ചെയ്യാത്തത്. ഒരൊറ്റ കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ആളുകളുടെ വിശ്വാസം. ആ വിശ്വാസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കൂടെയും ഒത്തിരി ആളുകൾ കടന്നു വന്നിരിക്കും. നമ്മളെ കൂടെ കടന്നു വരുന്നത് മാത്രമല്ല, അവരുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് വേറെ ഏത് മേഖല വേണേ നമ്മൾ നോക്കിക്കോട്ടെ, ഇന്ന് നമുക്കറിയാം ഏകദേശം 170ഓളം രാജ്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി. ഒത്തിരി ആളുകൾ ഇന്ന് WFDSന്റെ ഒക്കെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പിന്നെ ഇന്ത്യയിലെ ടേൺ ഓവർ ഒക്കെ
ഏകദേശം 21,000 കോടിക്ക് മുകളിലൊക്കെ ബിസിനസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 2015 ഏകദേശം 2,000 കോടിയോ അങ്ങനെ മറ്റോ ആയിരുന്നു അന്നത്തെ ടേൺ ഓവർ ഉണ്ടായിരുന്നത് ടോട്ടല്. ഞാനത് ആ സമയത്ത് 2018 ഇതിന്റെ എല്ലാം ഒരു കണക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് പിന്നെ 2015 നോക്കുന്ന സമയത്ത് 2,000 കോടിയുള്ള സമയത്ത് 2018 തിരിഞ്ഞ സമയത്ത് അത് ഏകദേശം ഒരു 8,000 10,000 കോടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രി വലിയ ബൂമിങ് നടന്നിട്ടുണ്ട്. അന്ന് ഫിക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിക്കിയുടെ റിപ്പോർട്ടിലൊക്കെ നമ്മൾ മെയിനായിട്ട് റിപ്പോർട്ട് അതിൽ ഫിക്കിയുടെ ഒക്കെ റിപ്പോർട്ടിൽ അവര് പിന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 64,500 കോടിയിലേക്കൊക്കെ വരാൻ പോകുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രി ആണെന്നും ഏകദേശം 18 മില്യൺ യുവാക്കള് ഏറ്റെടുക്കാൻ പോകുന്ന മേഖലയാണെന്നൊക്കെ എന്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,80,00,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയായിട്ട് ഈ മേഖല മാറുന്നായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് 2025 പിറന്നിരിക്കുകയാണ്. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് നമ്മളെ മുന്നിലേക്ക് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ജനുവരി 4 തീയതി. ഈ ജനുവരി 4 തീയതി ആയിട്ടേ ഉള്ളൂ. ഇനി വരുന്ന 300 സംതിങ് ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. അതിന്റെ മാറ്റങ്ങൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കാരണമാണ്. കോമ്പൗണ്ടിങ് എന്താണ്? കോമ്പൗണ്ടിങ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മള് ഒരു വ്യക്തി കടന്നു വന്നാൽ അത് നെക്സ്റ്റ് ലെവൽ അത് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അടുത്ത ഒരു വ്യക്തിയിലേക്ക് വരുന്ന സമയത്ത് അത് 2 വ്യക്തിയായിട്ട് മാറും, അതത് 4 ആവും, 8 ആവും, പിന്നെ 16 ആവും, 32 ആവും, 64 ആവും, 128 ആവും, 286 ആവും, 512 ആവും. ഇതുപോലുള്ള വലിയൊരു കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പവർ അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ എന്ത് ചെയ്യുവാണെങ്കിൽ അതിനെ സംസാരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു മേഖലയിൽ ഒത്തിരി ആളുകൾ നമ്മൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു 10 പേരാ അല്ലെ 100 പേരാണ് ഏറ്റെടുത്തെങ്കിൽ അടുത്ത ലെവലിലേക്ക് വരാൻ പോകുന്ന ആളുകൾ, അല്ലെ 100 പേരാണ് ഏറ്റെടുത്തെങ്കിൽ അടുത്ത ലെവലിലേക്ക് വരാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് 1000+ ആളുകളാണ്. ഒരു വ്യക്തിയല്ല ഇനി വരാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് 1000+, 10,000+, ലാക്ക് പ്ലസ്, 1 കോടികൾ ആളുകൾ. അങ്ങനെ വലിയൊരു ബൂമിംഗ് ആണ് ഇനി ഈ ഒരു മേഖലയിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത് എത്രയും മാക്സിമം ആളുകളിലേക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ് ആളുകൾക്ക് ആർക്കാണോ എത്തിക്കാൻ പറ്റുന്നത് അവരെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും. ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങളായിരിക്കും നമ്മളെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇന്ന് മറ്റുള്ള ഏത് മേഖല വേണേൽ നിങ്ങൾ നോക്കിയോ, നമ്മൾ ഏത് കാലത്തും ഒറ്റയ്ക്ക് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. ഒറ്റയ്ക്ക് മാത്രമേ കാലങ്ങളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ഇന്ന് 2, 3, 4, 5 വർഷം നമ്മളൊന്ന് ഈ ഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈലിലൂടെ, ഡയറക്റ്റ് സെല്ലിങ്ങിൽ പറയുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈലിലൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങളാണ് വരുന്ന ഒരു 5, 10 വർഷം കൊണ്ട് നമ്മളെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. പലരുടെ ലൈഫിലും മാറ്റം സംഭവിച്ചത് എനിക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2015 വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാനൊക്കെ ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറയുന്നത് പോലെ തന്നെ നമുക്ക് കാണിച്ചു തന്നൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാൻ പറ്റൂലെ, വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മളെല്ലാ GTS സമയത്തും ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെൽനസ് ഇൻഡസ്ട്രിയെ പറ്റി. പവർ എന്താണ് വെൽനസ് ഇൻഡസ്ട്രി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. വെൽനസ് ദ ബിസിനസ് ദ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നൊക്കെയുള്ള കുറെ സ്ലൈഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ വെൽനസിന്റെ പവർ ശരിക്കും കൊറോണ സമയത്തല്ലേ നമ്മളെ കാണിച്ചു തന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി.
ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ ആ കൊറോണ സമയത്ത്, കൊറോണ വന്ന സമയത്ത്, വലിയൊരു പ്രശ്നം വന്ന സമയത്ത്, നമുക്ക് നമ്മളെല്ലാം വീട്ടിലിരുത്തിയ സമയത്ത് പോലും ഈ ഇൻഡസ്ട്രി എത്രമാത്രം പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്ന മേഖല കൂടിയല്ലേ ഡയറക്റ്റ് സെല്ലിങ്. മറ്റുള്ള എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായിട്ടുള്ള സമയത്ത്, എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിട്ടുള്ള സമയത്ത് ആ ഒരു ഇൻഡസ്ട്രി, ഡയറക്റ്റ് സെല്ലിങ് ഇൻഡസ്ട്രി പോലെ തന്നെ ഏറ്റവും ബൂം ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് വെൽനസ്. അന്നല്ലേ ശരിക്കും നമ്മൾ വെൽനസ് എന്താണെന്നും ഈ ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി എന്നൊക്കെ അതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് വെൽനസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നൊരു സമയം കൂടിയായിരുന്നു കൊറോണ കാലഘട്ടം. അന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഒന്നും വേണ്ട, ഒരു 10-500 രൂപയെങ്കിലും ആഴ്ച വരുമാനെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു മാസങ്ങള് നമുക്ക് കൊറോണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരു കാര്യം പോലും ചെയ്യാതെ ആയിപ്പോയ സമയത്ത്, കൊറോണ സമയത്തുള്ള ലീഡേഴ്സിനോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുതന്ന ഒരേ ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ ഒരു വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാവാനും ഡയറക്റ്റ് ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കാനും ഭാഗമാവാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ലീഡേഴ്സ്, നിങ്ങൾ പ്രധാനപ്പെട്ട ലീഡേഴ്സിനോടൊക്കെ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാതെ പോരുത്, ഇതിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. നമ്മളെ ഇത് വെറുതെ കിട്ടുന്നത് കൊണ്ട് ഇത് വെറുതെ ഒരു സമയം പോക്കിന് ചെയ്യുന്ന രീതിയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് സെല്ലിങ്ങിനെ നിങ്ങൾ കാണരുത്. പുതിയ ആളുകളോട് ഞാൻ പറയുന്നത്, സീരിയസ് അല്ലാതെ ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നത്. കാരണം ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ അത് വേറെ ലെവലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കി നോക്ക്, നമ്മൾ കൊറോണ സമയത്ത് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ പോലും, ഒരു വരുമാന മാർഗങ്ങളും ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ അക്കൗണ്ടിലേക്ക് എത്ര ആയിക്കോട്ടെ ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പവർ എന്തായിരിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും, ഈ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റിയ ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വേറൊരു മേഖലയിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാവാനൊക്കെ സാധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും 2019-ലെയും 2022-ലെയും അതുപോലെ തന്നെ 2024-ലെയും ഒക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽത്ത് ബ്രാൻഡ് ആയിട്ടുള്ള നമുക്കറിയാലോ എലമെന്റ്സ് വെൽനസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ വെൽനസ് ബ്രാൻഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് എലമെന്റ്സ് വെൽനസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ആ രീതിയിലേക്കുള്ള മാറിയിട്ടുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞോട്ടെ, ഇന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാതെ അവൻ്റെതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള അവൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് മേഖലയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റും? എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ, സാധാരണക്കാരന്റെ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒരു ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചു തരാൻ പറ്റുമായിരിക്കും, വലിയ ഹൈ റിസ്ക് ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ട്. പക്ഷെ ആ ബിസിനസ് പോലും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉറപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിൽ പറയാൻ പറ്റണമെന്നില്ല. ഇന്ന് ഇവിടെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരന് ലാൻഡ് ഇല്ലാതെ, ലാബേഴ്സ് ഇല്ലാതെ, ക്യാപിറ്റൽ ഇല്ലാതെ, നമുക്കറിയാലോ ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ലാൻഡ് വേണം, ലാബേഴ്സ് വേണം, ക്യാപിറ്റൽ വേണം, അല്ലെ? ഈ 3ഉം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മേഖല ഓൺലി വൺ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ഇപ്പൊ ഏകദേശം ഒരു 65ഓളം പേര് ഈ ഒരു മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ആളുകളെ മുന്നിൽ നിന്നൊരു സംസാരിക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ഇത്ര ആളുകളെ ഒന്ന് കൂട്ടിയിരുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക്
നേടിത്തന്നതോ അല്ലെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് കാണിച്ചു തരാനോ വേറെ ഏത് മേഖലയിൽ പോയാൽ കിട്ടും. അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഒരു 10 ആൾക്കാരെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം തന്നിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനി. 10 ആളെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനി. മറ്റുള്ള പല കമ്പനികളും ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല മറ്റുള്ള പല മേഖല ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സെൽഫ് മോട്ടിവേഷൻ ആവാനോ ഒരു സെൽഫായിട്ട് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനോ നമ്മള് ജോലിക്ക് പോയി പിന്നെ രാവിലെ അല്ലേ നമ്മളെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ പലരെയും ലൈഫ് സ്റ്റൈൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്ത് ചെയ്യും, നെക്സ്റ്റ് നമ്മള് ജോലിക്ക് കയറുന്നു അല്ലെ. നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടേക്ക് ജോലിക്ക് പോകുന്നു. ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ പിന്നെ ജോലി ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് ഇതുപോലെ തന്നെ സ്നാക്സോ DA സ്നാക്സ് എല്ലാം കഴിച്ച് പിന്നെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പിന്നെ പർച്ചേസ് ഒക്കെ ചെയ്യേണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു, വീട്ടിലേക്ക് വരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഇതേ റൊട്ടീൻ തന്നെ, സെയിം, ഒരു മാറ്റവും ഇല്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. ഈ രീതിയിലായിരുന്നു പലരുടെ ലൈഫിൽ വലിയ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ജോലി എന്നുള്ളത് മാത്രമല്ലാതെ ലൈഫിലൊരു എന്താ പറയുക എൻജോയ്മെന്റോ നമ്മളെ ഫാമിലിനെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് ആയിട്ട് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ടൂറ് പോകാനോ ഇതൊന്നും ആർക്കും ഒരു ചിന്താഗതി വളരെ കുറവായിരുന്നു. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് നമുക്കറിയാം. MI ഉത്സവ് സീസൺ 5 നടക്കാൻ പോകുന്നു. സീസൺ 4 വരെ പങ്കെടുക്കാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സീസൺ 1 ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സീസൺ 1 അതിനുശേഷമാണ് സീരിയസ് ആയിട്ട് ഞാനത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ, ഏകദേശം RTC റാങ്കിലേക്ക് കുറച്ചുകൂടിയാണ് ഉള്ളത്. സീസൺ 5 RTC റാങ്കിലേക്കെല്ലാം മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു സീസൺ 5 പോലുള്ള പ്രോഗ്രാമുകൾ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു 10 ആൾക്കാരെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒത്തിരി റെക്കഗ്നൈസേഷൻ. അന്ന് ഏറ്റവും ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു സാധാരണക്കാരനായിട്ട് 2015 ശൈലേഷ് ബാലൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ നാട്ടില് ഒരു DTB സെന്ററും ഫോട്ടോസ്റ്റാറ്റും അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിരുന്ന ഒരു ശൈലേഷ് ബാലൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫിൽ വലിയൊരു എന്താ പറയുക പിടിച്ചുലുക്കം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആ ഒരു വ്യക്തി പിന്നെ നിലവിൽ സ്റ്റാർ ഹെൽത്തോ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് മേഖലയോ മറ്റോ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്നുണ്ടാവും. ആരും ഇവിടെ പട്ടിണി കിടന്നിട്ടൊന്നും അല്ലല്ലോ ഈ MI ലൈഫ്സ്റ്റൈൽ ചെയ്യണം എന്ന് പറയുന്നത്. MI ലൈഫ്സ്റ്റൈൽ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പട്ടിണി പിന്നെ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ ജീവിച്ചു പോകാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടോ MI ലൈഫ്സ്റ്റൈൽ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. MI ലൈഫ്സ്റ്റൈൽ ചെയ്യേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ, വലിയ ഡ്രീം, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ആളുകൾ ചെയ്യേണ്ട ഒരു മേഖലയാണ് MI ലൈഫ്സ്റ്റൈൽ. അല്ലാതെ നമ്മള് പിന്നെ ഒരു അഡീഷണൽ വരുമാനം, ഒരു ഡെയിലി ഒരു 500 റുപ്യ കിട്ടുമല്ലോ, അല്ലെ ഡെയിലി ഒരു 1000 രൂപ കിട്ടുമല്ലോ, റീറ്റെയിലൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാലോ എന്നുള്ള ചിന്താഗതിയോട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക. വലിയൊരു മിഷനുമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വരുമാനം മുടങ്ങി പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതിലൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം ഇല്ലാതെ MI ലക്ഷ്യം ചെയ്യാൻ നിൽക്കരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, വരുന്നൊരു 4-5 വർഷം പോട്ടെ, 10 വർഷം കൊണ്ടായിക്കോട്ടെ, ഇന്ന് മറ്റുള്ള ഏത് മേഖലയിൽ കിട്ടുന്നതിനെക്കാട്ടും ഒരു 2-3 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് MI ലക്ഷ്യം. അതായത് ജീവിതകാലം നമുക്കറിയാൻ പറ്റും. നമ്മുടെ ശ്രീധരൻ സാറ്
ഇന്ന് ശ്രീധരൻ സാർ ഇന്ന് ITC റാങ്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം അദ്ദേഹത്തിന്റെ ഇന്ന് വരുമാനം എനിക്ക് തോന്നുന്നു 1,45,00,000 മുകളിലൊക്കെ, 45-50 ലക്ഷത്തിന്റെ മുകളിലൊക്കെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ അദ്ദേഹം പറഞ്ഞത് ഇത്ര 121-ാമത്തെ വയസ്സ് വരെ ആയിട്ടോ അല്ലെ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോലും എനിക്ക് ഈ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 121-ാം വയസ്സിൽ മാത്രമാണ് ഈ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത്. ആ ഏകദേശം ഒരു 10-60 വർഷം അല്ലെ 70 വർഷത്തോളം തിരിച്ചു പിടിച്ചൊരു സമയമാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്ന് അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് ഹാപ്പിയാ. അദ്ദേഹം ഒന്നും ചെയ്തില്ലേലും, ഒരു പണിയെടുത്തില്ലേലും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിളയ്ക്കാൻ പോയാലും എന്ത് ജോലിക്ക് പോയി കഴിഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം, എന്തോ ജോലി ആയിക്കോട്ടെ, ആ ഒരു വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല ജോലി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം, 121-ാം വയസ്സിൽ കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന്റെ ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ, ഏകദേശം എനിക്ക് പ്രായത്തിൽ എനിക്ക് അറിയില്ല, എനിക്ക് 50 സംതിങ് വയസ്സായിട്ടാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് MI ലൈഫ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി. ഇവിടെയാണ് ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏത് മേഖലയാണെങ്കിൽ പോലും ഇന്ന് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. നമുക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മളൊന്ന് നോട്ട് എഴുതി വെക്കാം. വരുന്ന ഒരു 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം, മുന്നേ ഒരു 10 വർഷം മുന്നേ കിട്ടിയ വരുമാനവും ഇപ്പോഴത്തെ വരുമാനം കൂടി എന്ത് ചെയ്യണം, നമ്മൾ താരതമ്യം ചെയ്തിട്ടായിരിക്കണം അടുത്തൊരു 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ നമ്മളൊരു ക്വാളിറ്റിയും നമ്മളെ ബ്രെയിൻ്റെതും നമ്മളെ ഒരു ഇത് കണ്ടിട്ടായിരിക്കും എന്ത് ചെയ്യാം നമ്മൾക്കൊരു വരുമാനം നിശ്ചയിക്കുന്നുണ്ടാവുക. ഈ വരുമാനമാണ് നമുക്ക് എന്ത് ചെയ്യാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുമാനം നമ്മൾ ജീവിതകാലം മുഴുവൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഒരു സംശയവും വേണ്ട, ആ വരുമാനത്തിന്റെ 2-3 ഇരട്ടി വരുന്നൊരു 10 വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. വരുന്നൊരു 5 വർഷം കൊണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് എത്തും. ആയിക്കോട്ടെ 10 വർഷം ആയിക്കോട്ടെ, എന്നാലും നഷ്ടമുണ്ടോ? ബാക്കി വരുന്ന വർഷങ്ങളും സമയങ്ങളും എല്ലാം തന്നെ നമുക്ക് ഫ്രീ അല്ലേ? ആ രീതിയിൽ നമ്മൾ മാത്രം ഒന്നും എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് കമ്പനി തന്നിട്ടുള്ള തുടക്കത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൽ സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം അല്ലെ. ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ഒന്നും അച്ചീവ് ചെയ്യാത്ത ആളുകളും, അതുപോലെ തന്നെ ബ്രൗൺസ് ഉണ്ടാവും അല്ലെ, ബ്രൗൺസിലെ ഇവിടെ സിൽവർ, നമ്മുടെ അതുപോലെ തന്നെ സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോണ്ടസ്റ്റ്. എൻ്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയൊരു ഒരു കാര്യമാണ് എൻ്റെ തുടക്കത്തിൽ കോണ്ടസ്റ്റ്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്ത സമയത്ത്, എൻ്റെ ഫസ്റ്റിൽ തന്നെ എൻ്റെ മുന്നിൽ കമ്പനി തന്നിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ആ കോണ്ടസ്റ്റിനെ കണ്ടിട്ടുള്ളത്, തായ്ലാൻഡ് കോണ്ടസ്റ്റ്. ഇന്ന് നിങ്ങളെ തുടക്കക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിലും, ബ്രൗൺസ് ആയിട്ടുള്ള ആണെങ്കിലും, ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളാണെങ്കിലും, സിൽവർ ആണെങ്കിലും, സ്റ്റാർ ആണെങ്കിലും, കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുകൾ പോലും ഇന്ന് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് കമ്പനി തന്നിട്ടുണ്ട്. അതാണ് തായ്ലാൻഡ് കോണ്ടസ്റ്റ്. ചലോ തായ്ലാൻഡ്. ഏകദേശം 149-ാമത്തെ മന്ത് മുതൽ 152-ാമത്തെ മാസം വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. ഏകദേശം മാർച്ച് 7-ാം തീയതിയാണെന്ന് തോന്നുന്നു, അതിന്റെ ഡേറ്റ് കറക്റ്റ് അറിയില്ല. മാർച്ച് 7-ാം തീയതി മറ്റോ ആണ്. അപ്പം ഈ ഒരു ഇനി വരുന്നൊരു 2-2.5 മാസം, 2 മാസം നമ്മളെ മുന്നിലുണ്ട്. കഴിഞ്ഞ 4 മാസം നമുക്ക് അല്ലെ, 3 മാസം 4 മാസം 4 കട്ട് ഓഫ് ആയിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. കമ്പനി തന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഈ കട്ട് ഓഫ് ഉൾപ്പെടെ ടോട്ടലായിട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ നോർമൽ ആയിട്ടുള്ള യുവാക്കൾ അല്ലെങ്കിൽ പിന്നെ പുതിയ പുരുഷന്മാരെല്ലാവരും തന്നെ 3,75,000 ബിസിനസ് വോളിയും, സ്ത്രീകള് അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള 2000-ന്റെ മുകളിൽ ഏജ്ഡ് ആയിട്ടുള്ള, അതായത് 2000 ഡേറ്റ് ഓഫ് ബർത്ത് അതിനുശേഷം ജനിച്ചവരൊക്കെ
ഇന്ന് 3,50,000 ബിസിനസ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തായ്ലൻഡിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി തരുന്നുണ്ട്. അതിനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനൊന്ന് കാണുക. ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നമ്മളെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസിൻ എന്നല്ലേ പലരുടെ സ്ഥലത്ത് പല ആളുകളിലും ഉണ്ടാവുന്ന പറയാം. ഓസിൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമുക്കിവിടെ പറയാന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പോകുക എന്നുള്ളതാണ് ഓസിന് പോകുന്നത്. അപ്പൊ ഓസിന് പോകാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് തായ്ലൻഡ് കോണ്ടസ്റ്റ്. ഞാൻ ഇന്ന് ഈ ഒരു റാങ്കിലേക്ക് നിൽക്കണമെങ്കിൽ അല്ലെ നിന്നത് തന്നെ ഈ ഒരു കോണ്ടസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഒരു കോണ്ടസ്റ്റ് വിൻ ചെയ്യാനൊക്കെ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു തായ്ലൻഡ് കോണ്ടസ്റ്റ് വിൻ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാന്ന് സിമ്പിളാണ്. ഇത് വലിയ ബലികാറാമലിയൊന്നും അല്ല. സിമ്പിളായിട്ട് ഏതൊരാളുകൾക്കും വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോണ്ടസ്റ്റ് ആണ് കമ്പനി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് കോണ്ടസ്റ്റ് വിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് അടിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കോണ്ടസ്റ്റിന് അഡീഷണൽ ആയിട്ട് ഒരു 25,000 ബിസിനസ് വോളിയത്തിന്റെ G35 കൂടി വേണ്ടിയിരുന്നു. അത് വലിയ ഒരു റിസ്ക് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. G35 എങ്ങനെ G35 ഉണ്ടാക്കും എന്നുള്ള കുറെ ഏകദേശം 1,25,000 സംതിങ് ആറ്റം G35 അഡീഷണൽ ആയിട്ട് വേണ്ടിയിരുന്നു, 75 കൂടാതെ. അപ്പം ഇത് കൂടെ അച്ചീവ് ചെയ്തുകൊണ്ടാണ് തായ്ലൻഡ് കോണ്ടസ്റ്റ് അന്ന് എനിക്ക് വിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതൊരാളുകൾക്കും സാധാരണക്കാരന് ഒരു പുതിയൊരാളെ സംബന്ധിച്ചിട്ട് സിമ്പിളായിട്ട് അത് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു വിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ആ കോണ്ടസ്റ്റ് വിൻ ചെയ്തുകൊണ്ടുമാണ് നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ടൂറുകളൊക്കെ ഇന്ന് അറിയാൻ പറ്റും. ഇന്നലെ വരെ നമുക്ക് ഗോവ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ബെന്നി സാർ അത് ഗോവ ട്രിപ്പ് പിന്നെ നീട്ടി തരുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ വരെ നമുക്കൊരു വലിയൊരു കോണ്ടസ്റ്റ് ഒക്കെ നമ്മളെ മുന്നിൽ തന്നിട്ടുണ്ടായിരുന്നു, ഗോവ കോണ്ടസ്റ്റ്. അത് വലിയൊരു മാറ്റം നമ്മളെ ലൈഫിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോണ്ടസ്റ്റ് കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുണ്ടാവും പുതിയ പുതിയ കോണ്ടസ്റ്റുകളും ഓഫറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കോണ്ടസ്റ്റ് ഒന്ന് വിൻ ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൂറുകളൊക്കെ പോകാനൊക്കെ എനിക്ക് ഇതിലൂടെ സാഹചര്യം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ച വരുമാനം ഏകദേശം ഒരു 25,000 മുകളിലൊക്കെ ആഴ്ച വരുമാനം കൂട്ടാനും ഏകദേശം ഒരു 1 lakh ഒക്കെ മന്ത്ലി വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇതിലൂടെ ഒക്കെ സാഹചര്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിലുപരി നമുക്കറിയാൻ പറ്റും ഇന്ന് പല ടൈപ്പുള്ള ഇൻകങ്ങളുണ്ട്. ഇന്ന് പെർഫോമൻസ് ബോണസ്, ഇന്ന് TC ആയിട്ടുള്ള എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു പെർഫോമൻസ് ബോണസ് അടിക്കാനൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് തുടക്കക്കാര് വെറുതെ ഒരു വലിയ സംഭവമായിട്ട് കണ്ടതുകൊണ്ടൊക്കെ പല ആളുകൾക്കും ഈ പെർഫോമൻസ് ബോണസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാനും നടത്താനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ബോണസ് വിൻ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം നമ്മളെ മുന്നിലുണ്ട്. ഒരു 1 lakhന്റെ TC ആയിട്ടുള്ള ആളുകൾക്ക് 1 lakh ബിസിനസ് വോളിയം ഓർഗ് 1ലും 2ലും 1,35,000 ക്യാഷ്, 1,33,333 ക്യാഷ് വേണ്ടത് G75. അതായത് 1,35,000 ക്യാഷ് എങ്കിലും അടിച്ചുകൊണ്ട് ഓർഗ് 1ലും 2ലും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അഡീഷണൽ ആയിട്ട് ഏകദേശം ഒരു 4,000 രൂപ മുതൽ ഒരു 5,000, 6,000 രൂപയൊക്കെ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനവും കൂടാം. അങ്ങനെ അടിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 10,000-12,000 രൂപയൊക്കെ മാസ വരുമാനം സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ പെർഫോമൻസ് ബോണസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളും നമ്മളെ ലൈഫിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ന് DTC പോലുള്ള ലീഡേഴ്സിനൊക്കെ തന്നെ ലോയൽറ്റി ബോണസ്. ഇന്ന് ഞാനൊന്നും ഒരിക്കലും DTC പിന്നെ റാങ്കിൽ നിന്ന് ഒരു തവണ പോലും ലോയൽറ്റി ബോണസ് ഇല്ലാതെ നിന്നിട്ടില്ല. എല്ലാ മാസവും ലോയൽറ്റി ബോണസ് അച്ചീവ് ചെയ്യാനും ZDC റാങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഏകദേശം 5,000 രൂപയാണ് DTC റാങ്കിൽ. ZDC റാങ്കിൽ 7,500. ഇപ്പം STC റാങ്കിൽ അത് പിന്നെ 10,000 രൂപയാണ് ലോയൽറ്റി ബോണസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് 6 മാസം കണ്ടിന്യൂ അടിക്കുകയാണെങ്കിൽ സ്റ്റാർ പെർഫോമൻസ് ബോണസ് ഒക്കെ നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ട്. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ നമുക്കറിയാൻ പറ്റും.
ഇന്നൊരു 1,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുകയാണെങ്കിൽ, ഏകദേശം ഒരു മാച്ച് ചെയ്യുകയാണെങ്കിൽ സിൽവർ കോയിനും അതുപോലെ തന്നെ നെക്സ്റ്റ് റാങ്ക് സെഡീസിലെ 5,00,000 മാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഗോൾഡ് കോയിനും അതുപോലെ തന്നെ STC റാങ്ക് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം കൊണ്ട് മാച്ച് ചെയ്താൽ മതി. ഒരു വർഷം കൊണ്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് ഒരു 25,000 രൂപയുടെ ലാപ്ടോപ്പും നെക്സ്റ്റ് RTC 75 75,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഡൊമസ്റ്റിക് ട്രിപ്പും ഒക്കെ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതില്ലാതെ ഡൊമസ്റ്റിക് ട്രിപ്പ് അല്ലാതെ നമുക്കൊരു പൈസയും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10,000-50,000 രൂപയൊക്കെ വരുമാനമൊക്കെ ഒക്കെ ക്യാഷൊക്കെ തരാൻ പറ്റുന്ന ഒരു സാഹചര്യം. NTC റാങ്കിൽ എത്ര 70,000 ഒക്കെ വരുമാനം ക്യാഷൊക്കെ തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു അഡീഷണൽ ആയിട്ട് കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വിൻ ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഇന്ന് നമ്മളെ കുടുംബത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ടും ഏറ്റവും കൂടുതൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ടൊക്കെ നമുക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ മുന്നിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം നമ്മളെ മുന്നിലുള്ള ഗ്രേ ലീഡേഴ്സ് ആയിട്ടുള്ള ശൈലേഷ് ബാലൻ സാറ് ഇന്ന് ആവറേജ് വരുമാനം ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 6 ലക്ഷം രൂപയ്ക്കാണ് ഹയസ്റ്റ് ഇൻകം, ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. നമുക്കറിയാൻ പറ്റും ശ്രീധരൻ സാറ് ഇന്ന് മന്ത്ലി വരുമാനം ഏകദേശം 6 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം റുപ്യക്കാണ് അദ്ദേഹത്തിന്റെ വരുമാനം. 3 ലക്ഷം, 4 ലക്ഷം റുപ്യൊക്കെ വരുമാനമൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു അദ്ദേഹവും മാറിക്കഴിഞ്ഞു. ഇന്ന് അറിയാൻ പറ്റും ഒരു 7 ലക്ഷം റുപ്യ അല്ലെ 6 ലക്ഷം റുപ്യ വരുമാനമുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടായ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ അല്ലെ ശൈലേഷ് ബാലൻ സാറിന്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ നമ്മുടെ മലയാള മനോരമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കോടി രൂപ മുകളിൽ വാല്യൂ ഉള്ള ഒരു വീട് വെക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. ഏകദേശം 16 ലക്ഷം രൂപയുടെ ഒരു വെർണ കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏകദേശം 51 ലക്ഷം. ഈ രീതിയിലേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈല് മാറ്റാനൊക്കെ സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒത്തിരി ആളുകൾ ഇന്ന് ശ്രീധരൻ സാറിന്റെ ഒക്കെ ലൈഫ് സ്റ്റൈല് വലിയ രീതികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൻഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഏതൊരു ആളുകൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിനാകെ വേണ്ടത് നമ്മളൊരു മൈൻഡ് സെറ്റ് മാത്രമേ വേണ്ടൂ. വേറെ ഒന്നും ഇതിനാവശ്യമില്ല. നമുക്കറിയാൻ പറ്റും കണ്ണൂരുള്ള ഒരു തൻഷ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ നമ്മള് വലിയൊരു ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് 2 കൈയും 2 കാലും ഇല്ല. അദ്ദേഹത്തിന്റെ വരുമാനം ഇന്ന് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ആ രീതിയിലേക്ക് മാറാൻ ഈ MI നേഷനിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇന്ന് ഏതൊരു വ്യക്തിക്കും ഇന്ന ആള് എന്നൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. നമ്മളൊരു മൈൻഡ് സെറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുള്ള ചാൾസ് സാർ അടക്കം ഈ ഒരു MI നേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥന്മാർ റിസൈൻ ചെയ്ത് പിന്നെ എയർഫോഴ്സിൽ നടക്കം റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് എന്തിനു പറയുന്നു ഫയർഫോഴ്സിലെ ജോലി അടക്കം റിസൈൻ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബെല്ലി സാറ്. അതുപോലെ തന്നെ അത് പിന്നെ സ്റ്റാർ ഹെൽത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ ഫയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഇത് കിട്ടിയിട്ട് അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം ചെയ്തൊരു വ്യക്തിയാണ്. ഇങ്ങനത്തെ ഒത്തിരി ആളുകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഇതിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഇതൊരു ബിസിനസ് മോഡൽ, മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു തിയറി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു തിയറി ഇവിടെ അപ്ലൈ ചെയ്തിട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വ്യക്തി ഒരു 10 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 5 വർഷം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടി വയ്ക്കോ ഏകദേശം 10 മണിക്കൂർ ജോലിയാണ്. ഏകദേശം ഒരു 5 വർഷത്തേക്ക് ഏകദേശം 18,000 മണിക്കൂറുകളാണ് നമുക്ക് ജോലിയായിട്ട് ചെയ്യാൻ പറ്റുക. ഇതേ സമയത്ത് നമ്മളൊരു 5 വർഷം ഒരു 1000 നെറ്റ്വർക്ക് കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏകദേശം 1,80,00,000 സമയമായിട്ടൊക്കെ നമുക്ക് മാറാൻ പറ്റും. അത് 18,000 നിന്ന് 1,80,00,000 സമയമായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്തിനെ നമുക്ക് എത്രമാത്രം കൂട്ടാൻ അല്ലെങ്കിൽ ഈ സമയത്തിന് എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാഹചര്യം ഉണ്ടോ ആ മേഖലയിൽ നമ്മൾ ജോലി ചെയ്തിട്ടേ കാര്യമുള്ളൂ. എവിടെ നമുക്ക് സമയം കൂട്ടി നല്ല സമയം കൂടുതൽ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് മാക്സിമം കഴിഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ അല്ലെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ സമയം നമുക്ക് എവിടുന്ന് കിട്ടുന്നോ, ഏത് മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നോ ആ കിട്ടുന്ന സമയത്തിനെ നമുക്ക് ഉപയോഗിക്കാനും
മറ്റുള്ളവരുടെ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവിടെയാണ് നമ്മൾ വിജയിക്കാൻ പറ്റുള്ളൂ. എന്താണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പല ആളുകളും, പുതിയ ആളുകൾക്ക് അറിയാൻ എനിക്കറിയില്ല, ഇപ്പോൾ പല ആളുകൾക്കും അറിയാൻ പറ്റുന്ന സാധനമുള്ളൂ അതേഴ്സ് പീപ്പിൾ വർക്ക്. അതായത് അതേഴ്സ് പീപ്പിൾ വർക്ക്, OPW എന്നൊക്കെ അതിന് പറയും, അതേഴ്സ് പീപ്പിൾ വർക്ക്. അതുപോലെ തന്നെ അതർ പീപ്പിൾ ടൈം, others people time, others people ideas, idea people's money, other people money, other people experience. ഈ 5 കാര്യങ്ങള് നമുക്ക് കിട്ടുന്ന എവിടുന്നുണ്ടോ അവിടെ മാത്രമേ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളുള്ളൂ. others people time, others people work, others people ideas, other people money, other people experience. ഈ 5 കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുന്നു അവിടെ മാത്രമേ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഏത് മേഖല നമ്മൾ തിരഞ്ഞെടുത്തോ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇന്നൊരു വലിയൊരു ഡെവലപ്മെന്റിലേക്കോ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. നോർമലായിട്ട് ജീവിച്ചു പോകും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, നിങ്ങളെ അക്കാദമിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടിപ്പോകും. അതിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റുന്നുള്ള ഒരു 100% ഓർമ്മ പറയാം. പക്ഷെങ്കിൽ നമ്മള് അക്കാദമിക്കലായിട്ടോ ഇതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ എക്സ്പീരിയൻസ്, അതർ പീപ്പിൾ ഐഡിയാസ്, മണി, എക്സ്പീരിയൻസ്, വർക്ക്. ഈ 5 കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടുവാണെങ്കിൽ ഒരു സംശയവും വേണ്ട, യു ബിക്കം എ ക്രോർപതി. അതിന് വലിയ ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇത് നമുക്ക് എവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നോ അവിടുന്ന് വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ മുന്നിലുള്ള ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യുക, നമ്മളെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരി മാസം നമ്മള് ശൈലേഷ് സാർ തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ സീസൺ 5 MI ഉത്സവം എന്ന് പറയുന്ന സീസൺ 5. ആ സീസൺ 5 നമുക്ക് 2 രീതിയിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് അവിടെ പങ്കെടുക്കാം. MI ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് 1 നമുക്ക് പങ്കെടുക്കാം, 2 നമുക്ക് അവിടെ പങ്കെടുക്കാൻ മാത്രമല്ല നമ്മൾ അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയണ്ടേ, നമ്മളെ കൂടെ വരുന്ന ആളുകളുടെ ഒരു 10, 20, 30 ആളുകളെയും കൂട്ടിയിട്ട് അവിടെ പങ്കെടുത്തിട്ട് അവിടെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നോർമലായിട്ട് പങ്കെടുക്കാൻ ആർക്കും പറ്റും, ഫ്രീ ആയിട്ട്. അല്ല, അവിടെ എത്ര 600 രൂപ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ അവിടെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 5 10 ആളുകളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ടീമിൽ, അത് സ്റ്റാർ അബോ ലീഡേഴ്സിന്റെ പ്രോഗ്രാം ആണെന്നറിയാം, അതിൽ മാക്സിമം സ്റ്റാറിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, സ്റ്റാർ റാങ്ക് ലീഡേഴ്സിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ വരാൻ പോകുന്ന കാലത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മാറ്റങ്ങളായിരിക്കും. അതിലൊരു സംശയം വേണ്ട. അങ്ങനത്തെ ഒരു ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗ്രേ ലീഡേഴ്സ് ഒക്കെ ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ നിസാർ സാർ, അതുപോലെ തന്നെ ഗ്രേറ്റ് RTC ലീഡർ, അപ്കമിങ് NTC സുബ്രഹ്മണ്യൻ സാർ, ഒത്തിരി ആളുകളെ നമുക്ക് ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു അവസരം എനിക്ക് തന്നിട്ടുള്ള നമ്മുടെ മനോജ് സാർ, അതുപോലെ തന്നെ ഇന്ന് ഈ നമ്മുടെ ലീഡർ NTC ലീഡർ വിജേഷ് വിജയൻ സാർ, ശ്രീധരൻ സാർ, ശൈലേഷ് സാർ, പെല്ലി സാർ, ഈ ഒരു അവസരത്തിലേക്ക് ഈ ഒരു അവസരം ഇവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകളും. ഇന്ന് ഈ ഒരു വർഷം 2025 വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിട്ട്, വലിയ നേട്ടങ്ങൾ, ചെറിയ നേട്ടങ്ങളല്ല, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടൊക്കെ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ, MC ചെയ്ത ശില്പ മേഡം അല്ലെ, ശില്പ മേഡം പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുത്ത മേഡത്തിന്റെ പേര് വിട്ടുപോയി. അപ്പം ആ മേഡത്തിനും എല്ലാവർക്കും
വലിയ വലിയ വിജയാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു മോർണിംഗ് മീറ്റ് ഇത്രയും എന്താ പറയണ്ടേ കേട്ടിരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പിന്നെ മനസ്സിൽ പതിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പതിയട്ടെ. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും പുതിയ പുതിയ അറിവുകളാണല്ലോ. എൻ്റെ അറിവുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം അറിവുകൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. വളരെ വളരെ അത്ര മാത്രമേ നമ്മളൊക്കെ ഈ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ 0.1% പോലും പഠിച്ചിട്ടില്ല. അത്ര മാത്രമേ പഠിച്ചു വന്നിട്ടുള്ളൂ. ബാക്കി ഇനി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം എന്നെ ഈ ഒരു അവസരത്തിലേക്ക് തന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.